നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്നുള്ളത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള അതേപോലെ അദ്ദേഹം ഒരു അധ്യാപകനുമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ആക്ച്വലി ഇവിടെ കുറച്ച് വാട്ടർ പ്രൂഫ് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, അത് നോക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡോറ് കാണുന്നത്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഇതൊരു വുഡാണെന്നാണ്, പക്ഷേ പുള്ളി പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതൊരു സ്റ്റീൽ ഡോർ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഡോറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സമദ് മാഷ് പറഞ്ഞു തരും. ഇദ്ദേഹത്തിൻ്റെ വീടാണിത്. അപ്പോൾ സമദ് ഭായ്, ഞാൻ ചോദിക്കാൻ പോകുന്നത് ഈ ഡോറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാനുള്ളത്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഈ ഡോറിലോട്ട് എത്തിയത്, ഇത് ഏതാണ് കമ്പനി, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ ഒരുപാട് ഡോറിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 5 ഡോർ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് ഒരുപാട് കമ്പനികളായിട്ട് അപ്രോച്ച് ചെയ്തു. അങ്ങനെ എനിക്ക് പെരിന്തൽമണ്ണ ഹോം ഗാർഡ് എന്നുള്ളൊരു കമ്പനി ഉണ്ട്, അങ്ങനെ ഒരു അസ്ലം എന്നുള്ള ഒരാളെ കോൺടാക്ട് കിട്ടിയത്. അങ്ങനെ പുള്ളിയുടെ കമ്പനിയാണ് ഡോറിന് എടുത്തത്. ഇത് സ്റ്റാർക്ക് എന്നുള്ള കമ്പനിയുടെ ഡോറാണ്, സ്റ്റീൽ ഡോറാണ്. ഇതിന് വരുന്നത് വാറണ്ടി 5 വർഷമാണ്. പിന്നെ പാർട്സിന് വരുന്നത്, പിന്നെ ബാക്കി സർവീസ് വാറണ്ടി, ലൈഫ് ടൈം സർവീസ് വാറണ്ടി ഉണ്ട്. ഇതിന് മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇത് കട്ടിലടക്കാണ് വരുന്നത്. നമ്മൾ വീട്ടിൽ കട്ടിലാണ്, അല്ലാണ്ട് ഡോർ മാത്രമായിട്ട് ഇത് കിട്ടില്ല. അതായത് നമുക്ക് വുഡനായിട്ടുള്ള കട്ടിലുകൾ ആരെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വുഡനാണ് ആക്ച്വലി, അപ്പോഴാണ് ഞാൻ ചോദിച്ചത് വുഡനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ മറ്റേ സമദ് ഭായ് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വുഡനിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ ഒരുപാട് ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റമാണ് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. കാരണം നമ്മൾ പുറത്തുനിന്ന് പലപ്പോഴും കള്ളന്മാർ അവർ മോഷ്ടിക്കാൻ കയറണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഓപ്പൺ ടെറസിൽ കയറിയിട്ട് അങ്ങനെ ആയിരിക്കും ഒരു വരുന്നുണ്ടാവുക. നമ്മളെവിടെയെങ്കിലും യാത്രയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗത്താണ് ഇത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഡോർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഭയങ്കര ഹൈ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മുടെ പിന്നെ സമദ് ഭായ് ഡീറ്റെയിലിംഗ് ചെയ്യും. ഏകദേശം ഒരു 16 ലോക്കുകൾ അതിൽ വരുന്നത്. അതിൽ ഇവിടെ ഒരു 4 ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ഇവിടെ ബാക്കി കുറച്ച് ലോക്കുകൾ ഇവിടെ ഒരു 4 ലോക്ക്, താഴെ ഒരു ലോക്ക്, അങ്ങനെയാണ്. ഇത് നമുക്ക് ഇതുണ്ട്, ഇവിടെ ഒരു ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെയിൻബോ ലോക്കിംഗ് ഒരു ലോക്കിംഗ് ഉണ്ട്. ഇത് അതെല്ലാം ഒരു സിംഗിൾ ആയിട്ട് ആക്റ്റീവ് ആവും. ഒന്നും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ ഈ 2 എണ്ണം ഫുൾ ആയിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുകയും ചെയ്യും. ബാക്കിയെല്ലാം സിംഗിൾ ആയിട്ട് ഇവിടെ മുകളിലുണ്ട്, താഴെ ഫുൾ ആയിട്ട് ലോക്ക് ആവും. പിന്നെ ഈ കീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ കീ നമുക്ക് 3 കീ ആയിട്ടാണ് കിട്ടുക. ഈ ഒരു കീ ഫസ്റ്റ് നമ്മളെ ഇൻസ്റ്റാളേഷൻ വരുമ്പോൾ ഒരു കീ ഉണ്ടാവും, അത് നമുക്ക് അവർക്ക് ഉപയോഗിക്കാനുള്ള കീയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വീട് ഒരുപാട് ജോലികൾ ബാക്കി ഉണ്ടാവില്ല, ആ സമയത്ത് വർക്കേഴ്സിന് കീ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെയൊക്കെ ഒരു 3rd കീ ഉണ്ട്, ആ കീ ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ 2 കീയും ഇനാക്റ്റീവ് ആവും, ഇത് വർക്ക് ചെയ്യില്ല. അതായത് ടോട്ടലി അവർ 3 ടൈപ്പ് ഓഫ് കീ തരുന്നുണ്ട്. അതിൽ ഒരു കീ നമ്മൾ ഇത് വർക്കിംഗ് ടൈമിൽ തന്നെ അവർ ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കീ പിന്നുള്ള നമ്മളെ ഇവിടെയുള്ള ടൈൽ പണിക്കാരോ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിംഗാരോ അവർക്ക് പുറത്തേക്ക് വരാനൊക്കെ ആയിട്ട് കീ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കീ വരുന്നുണ്ട്, അതാണ് മാസ്റ്റർ കീ എന്ന് പറയുന്നത്. വൺസ് ആ കീ ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 കീയും ഓട്ടോമാറ്റിക് ആയിട്ട് ഇനാക്റ്റീവ് ആവും. അതായത് ഇപ്പോൾ ഈ വാട്ടർ പ്രൂഫിംഗ് വരുന്നവരോ അല്ലെങ്കിൽ ടൈൽ പണിക്കാരോ അല്ലെങ്കിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നവരോ ഓരോരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു മാസ്റ്റർ കീ എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ആക്ച്വലി അങ്ങനെ ഒരു സിസ്റ്റം ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള മുന്നേ കേട്ടിക്കണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ അറിയില്ല. എനിഹൗ എനിക്ക് വളരെ ഇഷ്ടമായി. എൻ്റെ വീട്ടിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതേപോലത്തെ ഒരു നല്ലൊരു ഡോർ ഇൻ മെയിൻ ഏരിയാസിൽ. പിന്നെ അതിന്റെ റേറ്റ് ആയിരിക്കും നമ്മുടെ വ്യൂവേഴ്സിന് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇത് 1 മീറ്റർ ആണ്. ഓക്കെ, അതായത് ഇതിന്റെ വീതി വരുന്നത്